എൻ്റെ പേര് ജിൻസ്മോൻ ജോർജ്. ഞാൻ വരുന്നത് പൊതി കലയത്തുകുന്ന് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. ഞാൻ വിദേശത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരേണ്ടി വന്നു. ഞാൻ ജനുവരിയിലാണ് തിരിച്ചു വന്നത്. ഫെബ്രുവരി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 22-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ ആദ്യത്തെ 2 മാസം ഞാൻ വളരെ തീക്ഷ്ണതയോടും ഭക്തിയോടും കൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞ് 1 മാസത്തേക്ക് ഞാൻ ഉഴപ്പി. ഞാൻ പള്ളിയിൽ പോകുന്നതിലും ബൈബിൾ പാരായണത്തിലൊക്കെ ഞാൻ ഇച്ചിരി വീഴ്ചകൾ വരുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള പ്രോസസ്സ് തുടങ്ങി. എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും, നീ ഈ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് എന്തൊക്കെയാണ് റിജക്ഷൻ വരുമെന്ന്. അങ്ങനെ ഞാൻ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അറിവ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് ദൈവഹിത പ്രകാരം ഞാൻ ആ വിസ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു കൺട്രി ഞാൻ നോക്കി. ആ കൺട്രിയിലേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരും UK-യിലാണ്. അപ്പോൾ അവർ പറഞ്ഞ്, നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഞങ്ങളുടെ അടുത്ത് UK-യിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ റിസർച്ചും കാര്യങ്ങൾക്ക് ശേഷം ഞാൻ UK-ക്കുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് UK ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. UK യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി അവർ പറഞ്ഞ് 3:30-ക്കും 7:30-ക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ 3 മണി തൊട്ട് 7:30 വരെയും എൻ്റെ റൂമിൽ എൻ്റെ ലാപ്ടോപ്പ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുമൊക്കെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ നാവിൽ ഞാൻ എണ്ണ കൊണ്ട് കുരിശും വരച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. 7:30 എനിക്ക് മാത്രം ഇൻ്റർവ്യൂ നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ വിളിച്ച് ചോദിക്കും, നിൻ്റെ ഇൻ്റർവ്യൂ നടന്നു. അപ്പോൾ ഞാൻ പറയും, എൻ്റെ മാത്രം നടക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ അവർ പറയും, നീ വെയിറ്റ് ചെയ്യ്, ചിലപ്പോൾ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അവരൊന്ന് മെയിൽ അയച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ കൊന്ത ചെല്ലാനും വിശ്വാസ പ്രമാണം ചെല്ലാനും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 8:15 ആയപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു, നിൻ്റെ നമ്പർ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തൊട്ട് 45 മിനിറ്റ് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് 8:45 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കാര്യത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് വിസ പ്രോസസ്സിംഗ് ആണ്. എനിക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. സെപ്റ്റംബർ 8-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഫീസ് ഡേ ആണ്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കാര്യം ഏറ്റെടുത്തുന്നുണ്ട്. കാരണം അമ്മയുടെ ഡേറ്റിലാണല്ലോ ഞാൻ വിസ സമർപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് വിസ അപ്രൂവായി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ വിദേശത്ത് പോകുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ